ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ കുറച്ച് ലെവൽസ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, ആ ലെവൽസിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇൻഡിക്കേറ്റർ സെല്ല് ചെയ്യുന്ന ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അവിടെ മോസ്റ്റ്ലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിട്ടാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റോട് കൂടിയാണ് ഇൻഡിക്കേറ്റർ ചെയ്യുന്നത്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക, അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ ഇന്ന് എന്താണ് മാർക്കറ്റിൽ നടന്നത് എന്ന് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു ഇന്ന്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എനിക്ക് ഫസ്റ്റ് വന്നൊരു ട്രേഡിൽ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തൊരു ട്രേഡായിരുന്നു. ഞാൻ ടെലിഗ്രാം ചാനലിൽ എല്ലാവരോടും പറഞ്ഞ കാര്യമായിരുന്നു, മാർക്കറ്റ് അണ്ടിൽ ആൻഡ് അൺലെസ് 23,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്സൈഡിലോട്ടൊരു ട്രേഡ് എടുക്കുക. ഞാൻ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലായിരുന്നു ഞാൻ എൻട്രി എടുത്തത്. അതിനോടൊപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു എൻട്രി മോഡൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻട്രികൾ പ്ലേസ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എൻട്രികൾ പ്ലേസ് ചെയ്യാത്തൊരു കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാലും മാർക്കറ്റിൻ്റെ വ്യൂ, അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്തു, ഈ ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്താനുള്ളൊരു ഹയർ പ്രോബബിലിറ്റി ഉണ്ട്, മോസ്റ്റ്ലി മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്താനായിരിക്കും ചാൻസ്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ട്രേഡ് എടുക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു എൻട്രി മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡിലോട്ട് എൻ്റർ ആവാൻ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരു എൻട്രി മോഡലും കൂടി ഇവിടെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അപ്സൈഡിലോട്ട് എൻട്രി എടുത്തു. പക്ഷേ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മാർക്കറ്റ് എന്ത് ചെയ്യുകയാണ്, 23,000 ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. 23,000 ഏരിയയിൽ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നു, അവിടെ ആയിരിക്കും ഞാൻ മോസ്റ്റ്ലി ഇനി എൻട്രി പ്ലേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ഈ ഒരു സ്ട്രേറ്റ് ലെസ്സിൽ കിട്ടിയപ്പോഴേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ എൻട്രിയും എക്സാക്റ്റ് സെയിം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഒന്നും കൂടി 23,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ് ഈ ഒരു ഏരിയ ടേക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഏരിയാസിലോട്ട് മാർക്കറ്റ് എത്താനുള്ള ഒരു ഹൈ പ്രോബബിലിറ്റിയാണ് ഇനി നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിൽ ഇവിടെ ഒരു എൻട്രി മോഡലും കൂടി എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ കൺഫേം ചെയ്തു, ഓക്കെ നമുക്ക് ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്തു, നല്ല രീതിയിലുള്ളൊരു ടാർഗറ്റ് ഹിറ്റായൊരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നാളത്തേക്കുള്ള അപ്പോൾ ഗൈസ് നാളത്തേക്ക് വേണ്ടി നമ്മൾ വളരെ കുറച്ച് പോയിൻറ്റ്സാണ് വെച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ലെവൽസിലോട്ട് പോകാം. കുറച്ചധികം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവൽസിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഞാൻ ലെവൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് അപ്സൈഡിൽ ഒരു ലെവലായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് 23,048 എന്ന് പറഞ്ഞ ലെവലാണ്. അതേപോലെ ഏറ്റവും ഡൗൺ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതാണ് 22,785 എന്നും. അതിന് മുകളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലായിരുന്നു, നാളെ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്ന ലെവലാണ് 22,858 എന്ന് പറഞ്ഞ ലെവലും. പിന്നെ ഈ ഒരു ചെറിയ ലെവലും. ഈ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയാണ്, ഒരു 15 മിനിറ്റിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നാളത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് കാണിച്ച ഒരു ഏരിയ ആയിരുന്നു 23,047. അപ്പോൾ ആ ഒരു ഏരിയ മാർക്കറ്റ് ടേക്ക് ചെയ്ത് അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് വരെയൊക്കെ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷാർപ്പായിട്ടുള്ള അപ്സൈഡിലോട്ട് എൻട്രിയിലേക്ക് പോവുക. അല്ല, നിങ്ങൾക്ക് ആ ലെവൽ ടേക്ക് ചെയ്യാനുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രി മോഡൽ കിട്ടുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, അവിടോട്ട് എൻറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. ബ്ലൈൻഡായിട്ട് നാളത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതാണെന്ന് വിചാരിച്ച് ബ്ലൈൻഡായിട്ട് ട്രേഡിലോട്ട് എൻ്റർ ആവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റ് ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബെയറിഷാണ്. പക്ഷേ നമ്മളൊരു 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബുള്ളിഷായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കുക. ഞാൻ അന്നൊരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞൊരു കാര്യമായിരുന്നു വീക്കിലിയും ഡെയിലിയും. അതേപോലെ ഇപ്പോൾ കമ്പയർ ചെയ്യേണ്ട ഒരു സെനറിയോ ആണ് 15 മിനിറ്റും 1 അവറും.
കാരണം 15 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡിലോട്ടൊരു പുഷാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഹയർ ആയിട്ട് നമ്മൾ നോക്കണ്ട, നമ്മളൊരു ലോവർ ഒരു 5 മിനിറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ ഡേയുടെ അൾട്ടിമേറ്റ് പുഷ് എന്ന് പറയുന്ന ഡൗൺ സൈഡിലോട്ടൊരു പുഷായിരുന്നു കിട്ടിയത്. അപ്പോൾ നാളെ ചിലപ്പം ഒന്നുകിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, 5 മിനിറ്റിൻ്റെ ഒരു വ്യൂയിലോട്ടായിട്ടുള്ള ബെയറിഷ് വ്യൂയിലോട്ട് വരാം, അല്ലെങ്കിൽ മാർക്കറ്റിന് 1 അവർ ആയിട്ടുള്ള ബുള്ളിഷ് വ്യൂയിലോട്ട് മാർക്കറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 പോസിബിലിറ്റി നിങ്ങൾ മൈൻഡിൽ കണ്ടുവെക്കുക. അപ്പോൾ ഈ ലെവൽസിനെ കറക്റ്റായിട്ട് നോക്കുക. ഞാൻ ഒന്നുകൂടി പറയാം, അണ്ടിൽ ആൻഡ് അൺലെസ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ടൊരു എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഥവാ ഈ ഒരു ലെവലിൻ്റെ താഴേക്ക് എൻട്രികൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡിയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയോ ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ന് ഷാർപ്പായിട്ട് വീണ്ടും ബൈങ് നടന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയെ മാർക്കറ്റിന് നാളെ ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ വരെ, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ലെവലാണ്. ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നാളെ എന്ന് പറയുന്നത് നമുക്ക് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകാനാണ് മോർ ചാൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുക. ഈ ലെവൽസിൽ എൻട്രി എടുക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടേതായ സ്ട്രാറ്റജീസ് ഈ ലെവൽസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.